അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ഖദറാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഖദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശുദ്ധ റമദാനിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നതാണ്. റമദാനിലെ ഖദറിൻ്റെ രാവ്, അപ്പോൾ അത് ഏതാണ് എന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റയായ രാവുകളിലാണ്, അവസാനത്തെ 10-ലാണ്. അപ്പോൾ ഏത് 27-ാം രാവിനാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സാധ്യത കൂടുതലുള്ളത് 27-ാം രാവിലാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ആ വിഷയത്തിൽ നമുക്കറിയുന്ന വിഷയങ്ങൾ. ഖാലല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തിൽ ഖദർ, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി, ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാവി. ഖദറിൻ്റെ രാവിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതീർണമായത് വിശുദ്ധ റമദാനിലാണ്. അപ്പോൾ റമദാൻ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് അവതരിക്കുന്ന സന്ദർഭത്തിൽ വ്യക്തമായൊരു കാലഗണന അന്നില്ല. അന്ന് സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട ആനക്കലഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഹിജ്രി കലണ്ടർ ഉണ്ടാവുന്നത് ഹിജറയ്ക്ക് ശേഷമാണ്. ഹിജറ വർഷത്തിന് ശേഷമാണ് മറ്റ് കണക്ക് കൂട്ടലും വ്യക്തമായൊരു കലണ്ടർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് റമദാനിലാണ് എന്നത് അള്ളാഹു അറിയിച്ചു തന്ന അറിവാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അപ്പോൾ എന്താണ് ലൈലത്തുൽ ഖദർ എന്നാണ് അടുത്ത ചോദ്യം. അല്ലെങ്കിൽ നിനക്കറിയോ ലൈലത്തുൽ ഖദർ എന്താണെന്ന്? ആ ഖദറിൻ്റെ രാവിൻ്റെ പ്രത്യേകത, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ഇവിടെയാണ് അൽഫ് ഷഹർ. അൽഫ് എന്ന് പറഞ്ഞാൽ 1000, ഷഹർ മാസം. ഷഹർ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് ഉള്ളത് എന്നത് രസകരമായൊരു സംഗതിയാണ്. 12 പ്രാവശ്യമാണ് ഖുർആനിൽ ഷഹർ എന്ന പദം വന്നിട്ടുള്ളത്. 12 മാസങ്ങളുണ്ടല്ലോ. ഈ 12 മാസം കണക്കാക്കുന്നതും റമദാൻ അതിലെ പുണ്യമുള്ള മാസമാണെന്നും വിശുദ്ധ ഖുർആന് റമദാൻ എന്ന മാസത്തിൻ്റെ മഹത്വം കണക്കിലെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ തീരുമാനമാണ്, റമദാനിലാണ്. അപ്പോൾ റമദാൻ ഖുർആന് മുമ്പുണ്ട്, പുണ്യമാക്കപ്പെട്ട മാസമാണ്. ആ റമദാന് തിരഞ്ഞെടുക്കുന്നത് റമദാനിൻ്റെ മഹത്വം കൊണ്ട് ഖുർആൻ അവതീർണമാകുന്ന. അപ്പോൾ ആ അവതീർണമാകുക പറഞ്ഞാൽ നമുക്കറിയാം 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയിട്ട് 23 വർഷക്കാലം, 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അത്രയും കാലഘട്ടത്തെ ഒരു ഗ്യാപ്പ് ആ വിഷയത്തിലുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത് റമദാനിൽ അവതരിച്ചു? അതായത് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തിൽ 2 ഒപ്പീനിയൻ ഉണ്ട്. ഒന്ന്, ഖുർആൻ അവതരിച്ച് തുടങ്ങിയ ആ രാത്രി, അത് രാത്രിയാണ്, പകലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ഓളം ദിവസം അങ്ങനെ പോയി ഇരിക്കാറുണ്ട് എന്നാണ്. അതായത് 40-ാമത്തെ വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വയസ്സിൽ ആണ് വിവാഹം നടക്കുന്നത്. അതിന് മുമ്പേ കച്ചവട രംഗത്തുണ്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാണ്. ആ സജീവതയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടവും ഒക്കെ കണ്ടിട്ടാണ് ഖദീജ ബിവി, അതിൽ സത്യസന്ധതയും ഒക്കെ കണ്ടിട്ട് കൂടിയാണ് ഖദീജ ബിവി വിവാഹം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. 15 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജോലി ചെയ്യുന്നതാണ്. 40-ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഇതൊക്കെ കണ്ടിട്ടൊരു മനം മടുപ്പ്, പ്രത്യേകിച്ച് ഈ ബഹുദൈവ ആരാധനകൾ, ബിംബങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ, ഇതൊക്കെ കണ്ടിട്ടൊരു മനം മടുപ്പ്, അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ആവാൻ, അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെയും എല്ലാവിധ ആക്രമണ സ്വഭാവങ്ങളില്ല ഈ സമൂഹത്തിൽ നിന്ന് ഒന്ന് മാറി ഒരു സ്വസ്ഥത, അല്പം പീസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട് കുറച്ച് ഈ ജബൽ നൂറിൽ കയറി ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കൽ പതിവാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു രാത്രി പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നതും എന്ന് മുഫസ്സിരീങ്ങളുടെ ഒരു വിഭാഗം. അതായത് ഖുർആനാകുന്ന
വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ ഇഖ്റ വിസ്മി റബ്ബിക്കല്ലദി എന്ന് തുടങ്ങുന്നത് ഒരു റമദാനിലെ രാത്രിയാണ്. അത് അവസാനത്തെ ഒറ്റയായ ഏതോ ഒരു രാവിലെ, കാരണം കാലഗണന ഒരിക്കലും നിശ്ചയിക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭമാണ് അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ദിവസം. അതുകൊണ്ടാണ് അവസാനത്തെ 10 കൂടുതൽ സജീവമാകുന്നതും. നാട്ടിലൊക്കെ നമുക്കറിയാം, റമദാൻ അല്ലെങ്കിലും പുണ്യമുള്ള മാസമാണ്, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ്. ആ മാസം തന്നെയാണ് റമദാനിലാണ് വിശുദ്ധ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു ആയത്തിൽ അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ റമദാനിലാണ്. പിന്നെ അവസാനത്തെ 10 ഇനി വേറൊരു പണ്ഡിതന്മാരുടെ അഭിപ്രായം റമദാനിൻ്റെ ആദ്യ 10-ലോ രണ്ടാമത്തെ 10-ലോ മൂന്നാമത്തെ 10-ലോ ആകാം എന്നതിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ റമദാൻ 1 മുതൽ 30 വരെ നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് കർമ്മ നിരതമാകണം. എന്നാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് അവസാനത്തെ 10-ലെത്തുമ്പോൾ കൂടുതൽ ഉറപ്പുള്ള 27-ാം രാവിലെയാണ്. അതിൻ്റെ ചില ഹദീസിൻ്റെ റിവായത്തിൽ 21-ാം രാവ്, ചില ഹദീസിൻ്റെ റിവായത്തിൽ 25-ാം രാവിലാണ്, ചില ഹദീസിൻ്റെ റിവായത്തിൽ 29-ാം രാവിലാണ്. എന്തായാലും അതൊന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഒറ്റയായ രാവുകളിലാണ്. അപ്പോൾ ഒറ്റയായ രാവ് എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും ഒന്നേ ഉള്ളൂ. ചില സന്ദർഭത്തിൽ കേരളത്തിൽ നോമ്പ് ഒന്ന് നേരത്തെ ആവാറുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വൈകി പോകാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും പ്രശ്നമാണ്. അറബികളുടെ UAE-യിലെ ഒറ്റയാരാവ് നമ്മുടെ ഇരട്ടയാരാവും, നമ്മുടെ ഇരട്ട അവരുടെ ഒറ്റയാവും. എന്ന് വെച്ചാൽ റമദാൻ മൊത്തം നമ്മൾ ഇതിലായിട്ട് മുഴുകണം. പിന്നെ അവസാനത്തെ 10-ൽ ഒറ്റ ഇരട്ടി നോക്കി നിൽക്കേണ്ട, കംപ്ലീറ്റ് അള്ളാഹുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. തനസ്സലുൽ, അന്നത്തെ രാത്രി, ഈ രാത്രി എന്ന് പറയുമ്പോൾ അത് 2 മായന അതിലുണ്ട്. ഒന്നെങ്കിൽ ആ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അന്നത്തെ രാത്രിയുടെ കാര്യം മാത്രമായിരിക്കാം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ എല്ലാ റമദാനിലെ രാത്രിയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അപ്പോൾ അതിൻ്റെ പോൽഫലകമായിട്ടൊരു കാര്യം, ഒരു പക്ഷേ ഈ എൻ്റെ സംസാരം കേൾക്കുന്ന, ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ മിക്ക ആളുകൾക്ക് അറിയാത്തൊരു കാര്യം ഇവിടെ പറയാൻ പോവാണ്. നോക്കൂ, നമ്മുടെ ഒരു ദിവസം ഒരു 24 മണിക്കൂർ, അതിൽ നമ്മൾ 6 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി 18 മണിക്കൂർ നമ്മൾ ജീവിക്കുന്നു. ഓരോ ദിവസവും കഴിയുമ്പോൾ ഈ 7 ദിവസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാൻ കൽപ്പിച്ച, അല്ല നബി സല്ലല്ലാഹു അലൈഹി കൽപ്പിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നോമ്പെടുത്തിരുന്ന തിങ്കൾ വ്യാഴം. അപ്പോൾ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ A to Z കാര്യങ്ങൾ, നമ്മളിപ്പം വീഡിയോ ഓഡിയോ റെക്കോർഡിങ് നടക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ അവിടെ ഇരുന്നത് കേൾക്കുന്നതും ഞാനിവിടെ ഇത് പറഞ്ഞതും ഒക്കെ റെക്കോർഡഡാണ്. ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ അള്ളാഹു വീഡിയോ ഓഡിയോ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. മൊത്തം റെക്കോർഡാണ്. അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു അതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നത് തിങ്കൾ വ്യാഴമാണ്. എല്ലാ ദിവസവും ഡേ ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുബഹിക്കും അസറിനുമാണ് എന്നൊരു റിപ്പോർട്ടിൽ, അതായത് സുബഹിനും അസറിനും ഈ ഒരു അപ്ലോഡിങ് നടക്കുന്നുണ്ട്. ഷിഫ്റ്റിംഗ് 2 മലക്കുകളാണ് അത്ര നമുക്കുള്ളത്. ഈ 2 മലക്കുകൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്, ളുഹറിനും, അത് സുബഹിക്കും അസറിനും. അതേപോലെ തന്നെ തിങ്കളാഴ്ച ഒരു ടീം വരുന്നു, അവർ വ്യാഴാഴ്ച വരെ നിൽക്കുന്നു, വ്യാഴാഴ്ച ആ ടീം പോകുന്നു, വ്യാഴാഴ്ച വേറെ ടീം അവിടെ ജോലി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്കല്ലോ. അപ്പോൾ ആ ഒരു പോക്കുവരവ്, മലക്കുകളുടെ സാന്നിധ്യം അതങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി പോലെ ചെയ്യപ്പെടുന്നുണ്ട് എന്നും, അത് കൊല്ലത്തിലൊരിക്കൽ എല്ലാ തനസ്സലുൽ മലായികതു വറൂഹു, ഇനി ഈ ആയത്തിനൊന്ന് പറഞ്ഞു നോക്കാം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അപ്പോൾ ഇവിടെ റൂഹിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നാണ് പ്രമുഖ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. മലായികത്തു റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മഹത്വം പരിഗണിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനുമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ജിബ്രീലിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഒരു വിഭാഗവും. ഇവിടെ പോലെ എല്ലാ റമദാനിലും ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നും, ഒരു വർഷത്തെ ഒരു മനുഷ്യൻ്റെ മുഴുവൻ റെക്കോർഡുകളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് സലാമുൻ. അതുകൊണ്ട് ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, അന്ന് ആ രാത്രി ശാന്തമാണ്, പ്രഭാതം വെളുക്കുവോളം ശാന്തമായ രാത്രിയാണ്. കർമ്മനിരതരാവുക. വിശുദ്ധ റമദാനീയകളായിട്ട് മാറാതെ റബ്ബാനീയകളായിട്ട് മാറുക. റമദാൻ മാസം മാത്രം സജീവമാകുകയും റമദാനിൽ തന്നെ അവസാനിപ്പിക്കുകയും റമദാനിൽ എല്ലാ
തെറ്റുകളോടും വിട പറയുകയും സംസാരം ശ്രദ്ധിച്ച്, നാവിനെ ശ്രദ്ധിച്ച്, കാഴ്ചയെ ശ്രദ്ധിച്ച്, ഗീബത്ത് പറയാതെ സൂക്ഷ്മതയിൽ ജീവിക്കുകയും ബാക്കി 11 മാസവും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് വിശ്വാസികൾക്കിടയിൽ. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച് എക്കാലത്തും റമദാനിലായാലും റമദാൻ അല്ലാത്ത ദിനങ്ങളിലും ഒരുപോലെ സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.